ഓം ശാന്തി. അല്ലെ, എത്രത്തോളം നമ്മൾ സ്വയത്തിനെ മനസാ സേവനത്തിൽ ബിസിയാക്കി വെക്കുന്നു, അത്രയും തന്നെ എളുപ്പത്തിൽ നമുക്ക് മായാജീത്തായി തീരുവാനും സാധിക്കും. നമ്മൾ സ്വയത്തെക്കുറിച്ച് മാത്രം ഭാവനാത്മകമായാൽ പോരാ, മറ്റുള്ളവരെ കുറിച്ചുകൂടി ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും ഭാവന, ആ ഭാവനാത്മകമായ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് പരിവർത്തനം ചെയ്യണം. അപ്പൊ സ്വയത്തെയും പരിവർത്തനപ്പെടുത്തണം, മറ്റുള്ളവരെയും പരിവർത്തനപ്പെടുത്തണം. അത്തരത്തിലുള്ള സേവ ചെയ്യും. അതിന് ഭാവനയും ജ്ഞാനവും സ്നേഹവും യോഗവും ഈ രണ്ടിൻ്റെയും ബാലൻസ് നമുക്ക് വളരെയധികം ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾക്ക് മംഗളകാരിയായി തീരണം. അപ്പൊ മംഗളകാരി ആവുകയാണെങ്കിൽ ഭഗവാൻ പറയുന്നു, ഇപ്പോൾ പരിധികളില്ലാത്ത വിശ്വത്തിന്റെ മംഗളകാരിയാകും. എന്തായാലും മംഗളകാരി ആകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പരിധിയില്ലാത്ത വിശ്വത്തിന്റെ മംഗളകാരിയായിട്ട് മാറും. ഓം ശാന്തി.